അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് റബീഉൽ അവ്വൽ മാസത്തിന്റെ പ്രത്യേകതയെക്കുറിച്ചും ഈ മാസത്തിൽ നമ്മുടെ വീടുകളിൽ മൗലിദ് പാരായണം ചെയ്യുന്നതിലൂടെ ലഭിക്കുന്ന ഗുണങ്ങളെക്കുറിച്ചുമാണ്. റബീഉൽ അവ്വൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആദ്യം ഓർമ്മ വരുന്നത് നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. കാരണം മുത്തുനബിയുടെ ജനനം ഈ മാസത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം, ജീവിതം, സ്വഭാവ മഹിമ, പ്രവാചക ദൗത്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് കാണിച്ച കാരുണ്യം തുടങ്ങിയ കാര്യങ്ങൾ ഓർത്ത് പറയുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു സദസ്സാണ് മൗലിദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങളിൽ ആരും എന്നെ തൻ്റെ പിതാവിനേക്കാളും മക്കളെക്കാളും സർവ മനുഷ്യരെക്കാളും അധികം സ്നേഹിക്കുന്നത് വരെ പൂർണ്ണ വിശ്വാസിയാവുകയില്ല. വീടുകളിൽ അഥവാ മറ്റു സദസ്സുകളിൽ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ മൗലിദ് ഓതിയാൽ കിട്ടുന്ന ഗുണങ്ങൾ: 1. ബർക്കത്തും വിശാലതയും. മൗലിദ് പാരായണം ചെയ്യുന്ന വീടുകളിലും സ്ഥലങ്ങളിലും അള്ളാഹുവിന്റെ റഹ്മത്തും ബർക്കത്തും വർദ്ധിക്കും. 2. ശത്രുദോഷങ്ങളിൽ നിന്നുള്ള രക്ഷ. ശത്രുക്കളുടെ അപായങ്ങളിൽ നിന്നും, അസൂയ, ദൃഷ്ടിദോഷം എന്നിവയിൽ നിന്നും നമുക്ക് രക്ഷ ലഭിക്കും. 3. വിപത്തുകളിൽ നിന്നുള്ള സംരക്ഷണം. നമ്മൾ വീടുകളിൽ മൗലിദ് പാരായണം ചെയ്താൽ അവിടെ രോഗങ്ങൾ, മഹാമാരികൾ, മറ്റ് പ്രയാസങ്ങൾ എന്നിവയിൽ നിന്ന് അല്ലാഹു തആല ആ വീടിനെയും കുടുംബത്തെയും കാത്തു സൂക്ഷിക്കും. 4. മലക്കുകളുടെ പ്രാർത്ഥന. മൗലിദ് നടക്കുന്ന സദസ്സുകളെ മലക്കുകൾ വലയം ചെയ്യുകയും ആ വീട്ടുകാർക്കായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യും. 5. സമാധാനവും ശാന്തതയും ലഭിക്കും. മൗലിദ് പാരായണം ചെയ്യുന്ന വീടുകളിൽ ആത്മീയ ശാന്തതയും കുടുംബാംഗങ്ങൾക്കിടയിൽ സന്തോഷവും നിലനിൽക്കും. 6. ഈമാൻ ഉറച്ചു നിൽക്കൽ. പ്രവാചക സ്നേഹം വർദ്ധിക്കാനും ഈമാൻ ഉറച്ചു നിൽക്കാനും ഇത് കാരണമാകും. 7. വിഷമതകൾ അകലൽ. നമ്മുടെ ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറി കാര്യങ്ങൾ എളുപ്പമാകാൻ സഹായിക്കും. 8. മൗലിദിന്റെ ഏറ്റവും വലിയ ഗുണങ്ങളിൽ ഒന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം വർദ്ധിക്കുക എന്നത്. അതിനാൽ നബിയുടെ ജീവിതം ഓർക്കുകയും അവിടുത്തെ സ്വഭാവം പഠിക്കുകയും സ്വലാത്ത് ചൊല്ലുകയും ചെയ്യുന്നത് നമ്മുടെ ഹൃദയത്തിൽ നബിയോടുള്ള സ്നേഹം വളർത്താൻ സഹായിക്കും. 9. സ്വലാത്ത് വർദ്ധിക്കും. മൗലിദ് സദസ്സുകളിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ധാരാളം സ്വലാത്ത് ചൊല്ലും. ഖുർആനിൽ അല്ലാഹു തആല പറയുന്നു, നിശ്ചയം അള്ളാഹുവിന്റെ മലക്കുകൾ നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നു. അതുകൊണ്ട് സത്യവിശ്വാസികളെ, നിങ്ങളും അദ്ദേഹത്തിന്റെ മേൽ സ്വലാത്ത് ചൊല്ലുക. അതിനാൽ മൗലിദ് സദസ്സുകൾ നമ്മുടെ നാവിനെ സ്വലാത്തും ദിക്റും കൊണ്ട് സജീവമാക്കുന്ന അവസരങ്ങളാണ്. 10. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പഠിക്കാനുള്ള അവസരം. നമ്മുടെ കുട്ടികൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരായിരുന്നു, അവിടുത്തെ സ്വഭാവം എങ്ങനെയായിരുന്നു, കുടുംബത്തോട് എങ്ങനെ പെരുമാറി, അയൽക്കാരോട് എങ്ങനെ പെരുമാറി, പാവപ്പെട്ടവരോട് എങ്ങനെ കരുണ കാണിച്ച് എന്നൊക്കെ പഠിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് മൗലിദ് സദസ്സുകൾ അതിനുള്ള നല്ലൊരു അവസരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം കേൾക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം ഓർക്കണം: മൗലിദ് കേൾക്കുന്നതിൽ മാത്രം കാര്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയാണ് യഥാർത്ഥ ലക്ഷ്യം. 11. കുടുംബത്തിൽ ദീനി അന്തരീക്ഷം ഉണ്ടാകും. വീട്ടിൽ എല്ലാവരും ഒരുമിച്ച് ഇരുന്ന് മൗലിദ് പാരായണം ചെയ്യുമ്പോൾ മാതാപിതാക്കളും മക്കളും ഒരുമിച്ച് ദീനി കാര്യങ്ങൾ കേൾക്കും. വീട്ടിൽ ദിക്റും സ്വലാത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വവും സംസാരിക്കപ്പെടും. ഇത്തരം സദസ്സുകൾ നമ്മുടെ വീടുകളെ ദീനിന്റെ ഓർമ്മകളാൽ സജീവമാക്കും. 12. നല്ല സ്വഭാവം വളർത്താൻ പ്രചോദനം ലഭിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്നായിരുന്നു അവിടുത്തെ ഉത്തമ സ്വഭാവം. സത്യം, ക്ഷമ, വിനയം, കരുണ, സഹനം, നീതി, ദാനശീലം ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമുക്ക് കാണാം. 13. ദിക്റും ദുആയും വർദ്ധിക്കും. മൗലിദ് സദസ്സുകൾ സാധാരണയായി ഖുർആൻ പാരായണം, സ്വലാത്ത്,
ദിക്കർ, ദുവ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ്. അള്ളാഹുവിനെ ഓർക്കുന്ന സദസ്സുകളിൽ ഇരിക്കുന്നത് വിശ്വാസികൾക്ക് ആശ്വാസം നൽകും. 14. കുട്ടികളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം വളർത്താം. ഇന്നത്തെ കാലത്ത് കുട്ടികൾ പലരെയും മാതൃകയാക്കുന്നു. അവർ കാണുന്ന സിനിമാ കഥാപാത്രങ്ങളും സോഷ്യൽ മീഡിയയിലെ വ്യക്തികളും അവരുടെ മനസ്സിൽ സ്വാധീനം ചെലുത്തും. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും വലിയ മാതൃക ആരാണെന്ന് പഠിപ്പിക്കണം. അതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. നബിയുടെ ബാല്യവും സത്യസന്ധതയും കരുണയും ധൈര്യവും കുടുംബജീവിതവും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവരുടെ ഹൃദയത്തിൽ നബിയോടുള്ള സ്നേഹം വളരും. 15. കുടുംബ ബന്ധങ്ങൾ ശക്തമാകും. മൗലിദിന്റെ പേരിൽ കുടുംബാംഗങ്ങളും ബന്ധുക്കളും ഒരുമിച്ച് കൂടുന്നു, പരസ്പരം കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നു. അവിടെ സ്നേഹം വർദ്ധിക്കുന്നു. മൗലിദ് എന്ന പേരിൽ അനാവശ്യമായ കാര്യങ്ങളിലേക്ക് പോകാതെ ഖുർആന്, സ്വലാത്ത്, ദിക്ർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ മൗലിദ്, ദുആ തുടങ്ങിയ നല്ല കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകണം. മുസ്ലിമീങ്ങളായ നമ്മൾ വീടുകളിൽ നബി തങ്ങളുടെ മൗലിദ് പാരായണം ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ റഹ്മത്തും ബർക്കത്തും ആ വീടുകളിൽ ഉണ്ടാവും. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും, രോഗങ്ങൾ, മറ്റു മഹാമാരികൾ എന്നിവയിൽ നിന്ന് അല്ലാഹു തആല ആ വീടുകൾക്ക് സംരക്ഷണം നൽകും. അതുപോലെ തന്നെ മലക്കുകളുടെ സാന്നിധ്യവും പ്രാർത്ഥനയും ആ വീടിന് ലഭിക്കും. മഹത്തുക്കളായ പണ്ഡിതന്മാർ എടുത്തു പറഞ്ഞ കാര്യമാണിത്. റബീഉൽ അവ്വൽ മാസം വന്നാൽ നമ്മുടെ വീടുകളിൽ ഒരു മാറ്റം ഉണ്ടാകണം. നമ്മുടെ നാവിൽ സ്വലാത്ത് വർദ്ധിക്കണം. നമ്മുടെ ഹൃദയത്തിൽ നബിയോടുള്ള സ്നേഹം വർദ്ധിക്കണം. നമ്മുടെ സ്വഭാവത്തിൽ നബിയുടെ മാതൃക ഉണ്ടാവണം. മൗലിദ് ഒരു ദിവസം മാത്രം ഓർക്കേണ്ട കാര്യമല്ല. റബീഉൽ അവ്വൽ കഴിഞ്ഞാലും നബിയുടെ സുന്നത്ത് നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തണം. നിസ്കാരം കൃത്യമായി നിർവഹിക്കുക, സത്യം പറയുക, മാതാപിതാക്കളെ ആദരിക്കുക, കുടുംബത്തോട് സ്നേഹത്തോടെ പെരുമാറുക, അയൽക്കാരെ പരിഗണിക്കുക, പാവപ്പെട്ടവരെ സഹായിക്കുക. ഇതെല്ലാം മുത്തുനബിയോടുള്ള നമ്മുടെ സ്നേഹത്തിന്റെ അടയാളങ്ങളാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ മൗലിദ് ഓതാനും അവിടുത്തെ സ്നേഹിക്കാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ. അള്ളാഹുവെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള യഥാർത്ഥ സ്നേഹം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നൽകണമേ. നബിയുടെ സുന്നത്ത് മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ വീടുകളിൽ ഈമാനും ദിക്റും സ്വലാത്തും സമാധാനവും നിറയ്ക്കണമേ. ഞങ്ങളുടെ മക്കളെ നബിയുടെ സുന്നത്ത് പിന്തുടരുന്ന നല്ല മക്കളാക്കണമേ. ആമീൻ. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ ഇസ്ലാമിക അറിവുകൾക്കായി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.